സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അളവറ്റ ദയാപരനും അർഹമർ റാഹിമുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാടും നഗരവും പ്രദേശവും ഇലക്ഷൻ്റെ ചൂടും ചൂരുമായി ചർവിത ചർവണങ്ങളുമായുള്ള ചർച്ചകളിലും അനൗൺസ്മെൻറ്റുകളിലും ഒഴുകിയിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ പെരുമഴകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. 5 വർഷത്തെ ഗ്യാരൻറ്റികൾ അതിൻ്റെ പ്രകടന പത്രികകളായി എല്ലാ മുന്നണികളും വാർത്താമാധ്യമങ്ങളിൽ കൂടി ജനങ്ങളെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ കാലഘട്ടത്തിൽ വാഗ്ദാനങ്ങളുടെ പെരുമഴകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും നിലക്കാത്ത പ്രവചനങ്ങൾ, നിലക്കാത്ത വാഗ്ദാനങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും 5 വർഷം ഭരണത്തിൽ കയറാമെന്നുള്ള അഭിനിവേശം എല്ലാവരെയും പിടികൂടിയിരിക്കുകയാണ്. വ്യാജങ്ങളുടെയും വ്യാജ പ്രചാരണങ്ങളുടെയും സൗഹാർദ്ദങ്ങളുടെ മാനവിക മൂല്യങ്ങളുടെ അടിത്തറയാകുന്ന സൗഹാർദ്ദത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളും കൂട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേവല രാഷ്ട്രീയ ലാഭത്തിനും മുന്നണി നേട്ടത്തിനും വേണ്ടി എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടിരിക്കുന്ന പൊള്ളയായ വാക്കുകൾ കേട്ടുകൊണ്ടും പരിസരത്തെ മലീമസമാക്കിക്കൊണ്ടും മുന്നോട്ട് പോവുകയാണ്. ഉത്ബുദ്ധ സദസ്സായ മഹത്തായ ഒരു ഖുതുബയിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതില്ല. നമ്മുടെ ജനാധിപത്യ അവകാശങ്ങളിൽപ്പെട്ട അടിത്തറയാകുന്ന വോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും അത് നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. നമ്മുടെ വോട്ട് കൊണ്ട് ഫാഷിസത്തിന് ഒരിക്കലും കരുത്താകരുത്. ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ശിഥിലമാകുന്ന ഒരു ഏർപ്പാടിലും വിശ്വാസികളെന്നുള്ള നിലയിൽ നമ്മുടെ ഇടപെടലുകൾ കാരണമാകരുത്. മഹത്തായ ഭരണഘടനയും ജനാധിപത്യവും രാജ്യത്തിൻ്റെ അഭിമാനമാണ്. അതിനെ നിഷ്കരുണം ഇല്ലാതെയാക്കുവാൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മുന്നണികളും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സംസ്ഥാനങ്ങളും രാജ്യവും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കണം, നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംസ്ഥാനം ആര് ഭരിക്കണമെന്നുള്ള മൂല്യവത്തായ ഒരു കാര്യത്തിന് ഇട നൽകണം. ഒരിക്കലും നമ്മുടെ വോട്ട് നാളെ ഖേദിക്കേണ്ടി വരരുത്. അതുകൊണ്ട് തന്നെ വളരെ ചിന്തനീയമായ, വളരെ ആലോചിച്ച് നമ്മുടെ വോട്ടാകുന്ന അതിമഹത്തായ മൂല്യത്തെ നാം ഉപയോഗപ്പെടുത്തണം. ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള ഓമന പേരിൽ ആൺ പെൺ വിവേചനമില്ലാതെ നമ്മുടെ കുട്ടികൾ എങ്ങനെയും പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നാം വിടുമ്പോൾ അവിടങ്ങൾ സർക്കാർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൺ പെൺ വ്യത്യാസമില്ല, അവർ എങ്ങനെയും പഠിച്ചുകൊള്ളട്ടെ, അവർ ഇടതടവില്ലാതെ ഒരു മറയും മാറ്റവുമില്ലാതെ അവരെല്ലാം ഇടകലർന്നുകൊണ്ട് പഠിക്കട്ടെ എന്നുള്ള വികലമായ വിദ്യാഭ്യാസത്തിന് നാം നമ്മുടെ കുട്ടികൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം ഒരു ഭാഗത്ത് ചരിത്രത്തെയും യാഥാർത്ഥ്യ ബോധത്തെയും തമസ്കരിച്ചുകൊണ്ട് വികലമായ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ മഹത്തായ പാരമ്പര്യമുള്ള നമ്മുടെ സംസ്ഥാനത്തിൽ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്ന കേരളത്തിലെ കലാലയങ്ങളിൽ കുത്തിവയ്ക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും പരാജയപ്പെട്ടു പോവുകയും ചെയ്ത ഒരു കാര്യം നാം മറന്നു പോകരുത്. PM ശ്രീ എന്ന ഫാഷിസ്റ്റ് വിധേയത്വം നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ കുത്തി നിറയ്ക്കുവാൻ, ഇന്നലകളിലുള്ള ചരിത്രത്തെ നിർമാർജനം ചെയ്യുവാൻ
ഇന്നലകൾ ഈ രാജ്യത്തിന് വേണ്ടി നേടിയെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രത്തെ ഇല്ലാതെയാക്കുവാൻ PM ശ്രീ എന്നുള്ള വിദ്യാഭ്യാസ നയത്തിൽ കൂടി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവർ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വികലമായ വിദ്യാഭ്യാസം നമ്മുടെ മഹത്തായ പൈതൃകമുള്ള നമ്മുടെ ഈ സംസ്ഥാനത്തും അടിച്ചേൽപ്പിച്ചത് പലരുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്ന് മാറ്റി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും പിന്നെയും വരാനുള്ള സാധ്യത നാം മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം ഈ 9-ാം തീയതി പോളിംഗ് ബൂത്തുകളിൽ ചെന്നുകൊണ്ട് നമ്മുടെ അവകാശം നാം അത് അടയാളപ്പെടുത്തുമ്പോൾ കൃത്യമായ ബോധവും മൂല്യവും നാം മറന്നു പോകരുത്. ഉൾബുദ്ധ സദസ്സായതുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. 25 ദിവസത്തിന് ശേഷം അടുത്ത മാസം 4-ാം തീയതി റിസൾട്ട് വരും. ഒരു കക്ഷി വിജയിക്കുകയും മറ്റേ കക്ഷി പരാജയപ്പെടുകയും ചെയ്യും. ആര് വിജയിച്ചാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വോട്ട് മൂല്യമുള്ളതാണ്, അത് നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒരു സംബോധനം മഹത്തായ ഒരു ഖുതുബയിൽ നിന്നുകൊണ്ടാണ് എന്നോടെന്ന പോലെ ഒരു വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രാർത്ഥന ഇത്തരുണത്തിൽ നാം മറക്കരുത്. ഒരു സദസ്സിൽ സ്വഹാബാക്കളുമായി ഇരിക്കുമ്പോൾ അനുചരർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരൊറ്റ സദസ്സുകളും ഉണ്ടായിട്ടില്ല. അഥവാ വളരെ വിരളമാകുമായിരുന്നു പ്രവാചകരുടെ സദസ്സുകൾ. അനുയായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സദസ്സുകളാണ് പ്രവാചകരുടെ സദസ്സുകളിൽ അധികമാണ് എന്ന് ഹദീസിൻ്റെ പണ്ഡിതന്മാർ നമുക്ക് രേഖപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ നാം വായിക്കുകയാണ്. സുനനെ തുർമുദിയിലെ 3502 നമ്പർ ഹദീസിൽ ദീർഘമായ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് വമത്തിഉനാ ബിഅസ്മാഇനാ വഅബ്സ്വാരിനാ വഖുവ്വതിനാ മാ അഹ്യൈതനാ, അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ കേൾവിയും കാഴ്ചയും അതുപോലെ തന്നെ ഞങ്ങളുടെ ശക്തിയും ഞങ്ങൾക്ക് ആനന്ദമുണ്ടാക്കണമേ, ഞങ്ങൾക്ക് സന്തോഷമുണ്ടാക്കി തരണമേ. വജ്അൽ സഅറനാ അലാ മൻ ളലമനാ, ഞങ്ങളുടെ പ്രതികാരം ഞങ്ങളോട് അക്രമം കാണിച്ചവരോടാക്കണമേ. വൻസുർനാ അലാ മൻ ആദാനാ, ശത്രുക്കൾക്കെതിരെ ഞങ്ങൾക്ക് നീ വിജയം നൽകണമേ. വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, ഞങ്ങളുടെ മതത്തിൽ ഒരു വിപത്തും നീ ഉണ്ടാക്കല്ല റബ്ബേ. ശേഷം പ്രാർത്ഥിക്കുകയാണ് വിശ്വാസികളെ, നമുക്കും ആ പ്രാർത്ഥനയിൽ മാതൃകയുണ്ട്. രാജ്യം ഭരിക്കുന്നവർ ആരായാലും മത്സരത്തിൽ വിജയിച്ചവർ ആരായാലും നാം പ്രാർത്ഥിക്കേണ്ട, പ്രത്യേകിച്ച് ഇത്തരുണത്തിൽ നാം മാതൃകയാക്കേണ്ട ഒരു ദുആയാണ് വലാ തുസല്ലത്ത് അലൈനാ മല്ലാ യർഹമുനാ, വലാ തുസല്ലത്തു അലൈനാ മല്ലാ യർഹമുനാ. അല്ലാഹുവേ, ഭരണാധികാരികൾ ഭരണീയരായ ഞങ്ങളോട് കാരുണ്യം കാണാത്തവരായി നീ മാറ്റരുതേ അല്ലാ. ഞങ്ങൾക്കുള്ള ഭരണാധികാരികൾക്കുള്ള ഉണ്ടാകേണ്ടത് ഞങ്ങളോടുള്ള കരുണയാണ്. ഞങ്ങളോട് കരുണയില്ലാത്തവരെ നീ ഭരണാധികാരിയാക്കല്ലേ എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചുവെങ്കിൽ, വിശ്വാസികളെ, രാജ്യത്തിൻ്റെ ഏത് തിരഞ്ഞെടുപ്പിലും നാം റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട മൂല്യവത്തായ ഒരു പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. നമ്മുടെ വിജയമെന്ന് പറയുന്നത് ഈ ലോകത്തെ വിജയമല്ല. ഈ ലോകത്തെ പരാജയത്തിൽ നമുക്ക് വിജയിച്ചു വരുവാനായിട്ടുള്ള ഒരു സാധ്യതയും ഒരു ഇടപെടലും നമുക്കുണ്ടാകും നമ്മുടെ ദുനിയാവിൽ. എന്നാൽ പരലോകത്ത് പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ, ആ ലോകത്തെ മത്സരത്തിൽ നാം പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല, പിന്നെ ഒരു എഴുത്തു പരീക്ഷയ്ക്കുള്ള സാധ്യത ഒട്ടുമില്ല എന്ന് നാം തിരിച്ചറിഞ്ഞവരാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ വിജയികളെ കുറിച്ച് സൂറത്ത് ആലി ഇംറാനിലെ 185-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഏറ്റവും വലിയ വിജയമെന്തെന്നറിയുമോ? പരലോകത്തിൽ നരകത്തിൽ നിന്നും രക്ഷപ്പെടുകയും സ്വർഗപ്രവേശം നേടുകയും ചെയ്തവർ ആരോ? ഫഖദ് ഫാസ്, അതാണ് വമ്പിച്ച വിജയം. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, ആ വിജയത്തിന്റെ വക്താക്കളായി നാം മാറണം. നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബ് ജനങ്ങളോട് പറയുന്ന ഒരു വാക്യം
സൂറത്തുൽ മാഇദയുടെ 119 ആയത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിരിക്കുകയാണ്, ഹാദാ യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും, ഈ ദിവസമുണ്ടല്ലോ സത്യസന്ധത ജീവിതത്തിൽ പുലർത്തിപ്പോയവർക്ക് മാത്രമാണ് പ്രയോജനമുണ്ടാവുക. ലഹും ജന്നാത്തു തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. ആ സത്യമാകുന്ന തൗഹീദും ശിർക്കാകുന്ന തിന്മയും ഒഴിവാക്കിയവർ ആരാണോ ജീവിതത്തിൽ നന്മകളെ അടയാളപ്പെടുത്തിയത് അവർക്കുള്ളതാകുന്നു സ്വർഗം. റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവരാണ് അവർ, അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ദാലിക്കൽ ഫൗസുൽ അളീം. വമ്പിച്ച വിജയമാണ് ഇത്. വിശ്വാസികളെ ആ വമ്പിച്ച വിജയത്തിന്റെ വക്താക്കളിൽ പെടുവാനുള്ള പ്രവർത്തനങ്ങളാണ് ഈ ദുനിയാവിൽ നാം ചെയ്തു തീർക്കേണ്ടത്. പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആകരുത് എന്ന് വിശുദ്ധ ഖുർആൻ നബിയെ പറയുക, ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. സ്വന്തത്തിനും സ്വന്തം കുടുംബത്തിനും നഷ്ടം വരുത്തിയവർ ആരെന്നറിയുമോ പ്രവാചക? അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. വ്യക്തമായ പരാജയം അടഞ്ഞവരാണവർ. ഒരിക്കലും അവർ വിജയിക്കുകയില്ല. പരലോകത്ത് പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിലാകും. കാരണം അവർ സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയവരാണ്, സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെടുത്തിയവരാണ്. അതുകൊണ്ട് തന്നെ ആ പരാജയത്തിന്റെ കയ്പിനേർ അനുഭവപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്ത് നമ്മുടെ ജീവിതം നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും നന്മയുടെ വാതായനം തുറക്കുവാൻ വേണ്ടിയുള്ള അമലുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നുള്ളതാണ് വിശ്വാസികളെ. ഏത് തിരഞ്ഞെടുപ്പിലും ഏത് മത്സരത്തിലും നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചിന്തനീയമായ ഒരു അടയാളപ്പെടുത്തലെന്ന് നാം മനസ്സിലാക്കണം. കാരണം നാളെ പരലോകത്ത് എത്തിയാൽ നമ്മുടെ സംഘടനകൾ നമുക്ക് വേണ്ടി ഉണ്ടാവുകയില്ല, നമ്മുടെ നേതാക്കന്മാർ നമുക്ക് വേണ്ടി ഉണ്ടാവുകയില്ല. അവരെല്ലാം നമ്മെ കൈയൊഴിയും. നേതാക്കന്മാരെന്ന് പ്രതീക്ഷിക്കുന്നവർ നാളെ പരലോകത്തെത്തിയാൽ അവർ നമ്മെ കൈയൊഴിയുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 165 മുതൽ 167 വരെയുള്ള ആയത്തുകൾ ഏത് പരിഭാഷയും എടുത്തു വെച്ചുകൊണ്ട് പരിശോധിച്ചു നോക്കുക. ഈ ലോകത്ത് അള്ളാഹുവിനെ പോലെ ഇഷ്ടപ്പെടുന്നവർ എത്രയോ ആൾക്കാരുണ്ട്. അള്ളാഹുവിനേക്കാൾ ഏറെ ഇഷ്ടപ്പെടുന്ന എത്രയോ സത്യവിശ്വാസികൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ വിമർശിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് പറയുകയാണ്, വമിനന്നാസ്, ജനങ്ങളിൽ ചിലരുണ്ട്, മയ്യത്തഖദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അവർ അള്ളാഹുവിനെ സ്നേഹിക്കുകയാണ്, അതിനേക്കാളേറെ ജനങ്ങളെ സ്നേഹിക്കുകയാണ്. അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന്റെ അടിയാറുകളെയും സ്നേഹിക്കുന്ന മനുഷ്യരിൽപ്പെട്ട ചിലർ അവർ ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാം പ്രവാചക. നാളെ പരലോകത്ത് അത്തരക്കാർ എത്തിയാൽ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാകും. നേതാക്കന്മാർ നമ്മെ രക്ഷപ്പെടുത്തും എന്നുള്ള ചിന്ത, നേതാക്കന്മാർ നമുക്ക് വേണ്ടി റബ്ബിന്റെ അടുക്കൽ ശഫാഅത്ത് നൽകും എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി റബ്ബിന്റെ സവിധത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രതീക്ഷാ നിർഭരമായ മനസ്സുകളെ അശാന്തിയിലേക്ക് തള്ളിവിടുകയാണ്. പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന അള്ളാഹുവിന്റെ അടിയാറുകളെ ആ നേതാക്കന്മാർ തള്ളിവിടുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. നേതാക്കന്മാർ അനുയായികളെ കൈയൊഴിയുമെന്നാണ്. നേതാക്കന്മാരോട് പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന അനുയായികളെ കണ്ടുകൊണ്ട് അവർ പറയുന്ന രംഗമാണ് വിശുദ്ധ ഖുർആനിൽ റഹ്മാനായ റബ്ബ് വരച്ചു കാണിച്ചു തരുന്നത്. പരസ്പരമുള്ള ബന്ധം അറ്റുപോകുന്ന ആ ഒരു ദിവസത്തെ നിങ്ങൾ കരുതിയിരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. നേതാക്കന്മാർ അവിടെ ഉണ്ടാവുകയില്ല സഹോദരങ്ങളെ. നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് അവർ പറയുന്നതെല്ലാം നാം ചെയ്യുകയാണ്. ഷേഖന്മാരോടും അതുപോലെയുള്ള വലിയുകളോടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്തിക്കൊണ്ടും പരലോകത്തവർ നമുക്ക് വേണ്ടി രക്ഷകരാകും എന്നുള്ള പ്രതീക്ഷയിൽ അറിയണം, നാളെ പരലോകത്ത് നമ്മെ കൈയൊഴിയുക തന്നെ ചെയ്യും. നാം നമ്മുടെ നേതാക്കന്മാരോട് പറയുന്ന ആ ഒരു രംഗം സൂറത്ത് ഇബ്രാഹിമിലെ 21-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്നാ കുന്നാ ലക്കും തബആ, ഞങ്ങൾ നിങ്ങളുടെ അനുയായികളായിരുന്നുവല്ലയോ, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾക്ക് വേണ്ടി ദുനിയാവിൽ വെച്ചുകൊണ്ട് എന്തെല്ലാമാണ് ഞങ്ങൾ ചെയ്തത്, അനുയായികളായ ഞങ്ങളെ നിങ്ങൾ കൈയൊഴിയുന്നുവല്ലോ എന്ന്
അള്ളാഹുവിന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് നേതാക്കന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അനുയായികൾ പറയുന്ന ആ ഒരു രംഗം, ഫഹൽ അൻതും മുഗ്നൂന അന്നാ മിൻ അദാബില്ലാഹി മിൻ ഷൈ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അല്പമെങ്കിലും ഒഴിവാക്കി തരുമോ എന്ന് നേതാക്കന്മാരോട് കേണപേക്ഷിക്കുന്ന ആ ഒരു രംഗത്തെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. വിപുലമായി പോവുകയാണ് ആ തേട്ടം, നിഷ്ഫലമായി പോവുകയാണ് ആ സങ്കടങ്ങൾ. റഹ്മാനായ റബ്ബ് സൂറത്തു അൻആം 94-ാമത്തെ ആയത്തിൽ കൂടി മുന്നറിയിപ്പ് നൽകുന്ന വിശുദ്ധ ഖുർആനിലെ വചനാമൃതമാണ്. വമാ നറാ മഅക്കും, നിങ്ങളോടൊപ്പം ഞാൻ കാണുന്നില്ലല്ലോ. റഹ്മാനായ റബ്ബ് പറയുകയാണ്, ഒരു വിഭാഗം ആൾക്കാരെ നോക്കിക്കൊണ്ട് അല്ല പറയുന്ന രംഗമാണ്, വമാ നറാ മഅക്കും, നിങ്ങളുടെ കൂടെ നാം കാണുന്നില്ലല്ലോ. ശുഫാഅക്കും അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറകാ, ഞങ്ങളുടെ ശുപാർശകരായി പരലോകത്ത് എത്തും എന്നുള്ള വ്യാമോഹത്തിൽ നിങ്ങൾ നേതാക്കന്മാരായി സ്വീകരിച്ചിരുന്നവർ എവിടെ? നാം കാണുന്നില്ലല്ലോ എന്ന് റഹ്മാനായ റബ്ബ് ചില അടിയാറുകളോട് ചോദിക്കുകയാണ്. ലഖദ് തഖത്തഅ ബൈനകും വളല്ല അൻകും മാ കുൻതും തസ്ഉമൂൻ, പരസ്പരമുള്ള ബന്ധം അറ്റുപോവുകയാണ്, ജൽപ്പനങ്ങൾ വെറുതെയായി പോവുകയാണ്. ലോകത്ത് എന്തെല്ലാം പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് മഹാന്മാരെ ഇടവേട്ടമായി വച്ചിരുന്നത്. ഈ ഷെയ്ഖ് നമ്മെ പരലോകത്ത് രക്ഷിക്കുവാൻ വരും, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, നമുക്ക് വേണ്ടി റബ്ബിന്റെ അടുക്കൽ ഇടപെടലുകൾ നടത്തും എന്നുള്ള വ്യാമോഹത്താൽ ഷെയ്ഖന്മാരെ വിളിച്ചിരുന്നവർ ഇതാ നിരാശാജനകമായ ഒരു അവസ്ഥയിലെത്തുന്ന ആ ഒരു രംഗത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നമുക്ക് മുന്നറിയിപ്പായി നൽകുന്നത്. ഇന്ന് നാം പ്രതീക്ഷയിലാണ്, നമ്മുടെ ഷെയ്ഖ് നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. എൻ്റെ കൊടിന്റെ കീഴിൽ എല്ലാ വലികളും എൻ്റെ മുരീദിന് ഞാൻ ഷാഫിഉ എന്നോവർ, എൻ്റെ മുരീദുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ ഷാഫിആണ്, ഞാൻ ശുപാർശ ചെയ്യും എന്നുള്ള ആ ഒരു വിവരത്തോടു കൂടിയാണ് അനുയായികൾ ഷെയ്ഖിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. എന്നെ പിടിച്ചോവർ ഇടറുന്ന നേരത്ത് എപ്പോഴും അവർ കൈ പിടിപ്പേൻ ഞാൻ എന്നോവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖിനെ പിടിച്ചാൽ നാളെ പരലോകത്ത് നിങ്ങൾക്കൊരു പ്രയാസവുമില്ല എന്ന് മാലക്കാരൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജങ്ങളായ വാക്കുകൾ കണ്ടും കേട്ടും ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി പരലോകത്ത് എത്തുമ്പോൾ എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവർ. ഷെയ്ഖ് അവറുകളെ പിടിച്ചാൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റബ്ബിനോട് ഞാൻ ശഫാഅത്ത് ചെയ്യാം എന്നുള്ള ആ ഒരു വാക്കുകൾ പഠിപ്പിച്ചുകൊണ്ട് മുരീദന്മാരെ ശുഭപ്രതീക്ഷയിൽ നിർത്തിയിരുന്ന മാലക്കാരന്റെ വാക്കുകളുമായി നാളെ പരലോകത്ത് എത്തിയാൽ അല്ല ചോദിക്കുകയാണ്, എവിടെ പോയി? വമാ നറാ മഅക്കും, നിങ്ങളുടെ കൂടെ നാം കാണുന്നില്ലല്ലോ. ദുനിയാവിൽ നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും, അത് പരലോകത്ത് എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഉത്തരം ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ എത്രയെത്ര പേരെയാണ് നിങ്ങൾ ശുഫാഅക്കളായി കണ്ടത്, എത്രയെത്ര പേരെയാണ് നിങ്ങൾ ശുപാർശകന്മാരായി കണ്ടത്. വമാ നറാ മഅക്കും, കാണുന്നില്ലല്ലോ ഞാൻ. റഹ്മാനായ റബ്ബ് ചോദിക്കുന്ന ആയത്താണ് വിശ്വാസികളെ. ആ ലോകത്ത് വിജയിക്കണം. ഈ ലോകത്തെ വിജയ പരാജയങ്ങളല്ല പരലോകത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഒരിക്കലും ഉപകാരപ്പെടാത്ത, ആരുടെയും ശുപാർശകൾ വിലമതിക്കാത്ത പരലോകത്തേക്കുള്ള അടയാളപ്പെടുത്തലുകളാണ് വിശ്വാസികളെ ദുനിയാവിലെ നമ്മുടെ ജീവിതം. യൗമ ലാ യുഗ്നി മൗലൻ അൻ മൗലൻ ശൈഅൻ വഹും വലാ ഹും യുൻസറൂൻ, ഒരിക്കലും സഹായങ്ങളില്ലാത്ത, ഒരാളുടെയും ശുപാർശകളില്ലാത്ത, ഒരാളുടെയും വലിയത്തിനെ ഉപകാരപ്പെടാത്ത ആ ഒരു ദിവസമെന്നാണ് സൂറത്തു ദുഖാൻ 41-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇല്ല, ഒരു ഒഴിവ് കഴിവും ഉപകാരപ്പെടാത്ത ദിവസം. ലാ തഅ്തദിറുൽ യൗം ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, ഒരു ഒഴിവ് കഴിവും അല്ലാഹുവിന്റെ അടുക്കൽ വിലപ്പോവുകയില്ല. കാരണം ദുനിയാവിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ അമലുകൾക്കെല്ലാമുള്ള പ്രതിഫലത്തിന്റെ മാനദണ്ഡം മാത്രമാണ് പരലോകത്തേക്കുണ്ടാവുക എന്ന് റഹ്മാനായ റബ്ബ് സൂറത്തു തഹ്രീമിലെ 7-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ കലാമിൽ കൂടി പറയുമ്പോൾ വിശ്വാസികളെ ഭൗതികമായ
സുഗമമായ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തോറ്റാൽ പറഞ്ഞുവല്ലോ, നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഈ സെൻട്രൽ മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി 3 പ്രാവശ്യം തോറ്റുകൊണ്ട് 4ാമത്തെ പ്രാവശ്യവും നിൽക്കുകയാണ്. പറഞ്ഞു വന്നത് സ്ഥാനാർത്ഥിയുടെ കേമം പറയുവാനല്ല, സ്ഥാനാർത്ഥിയുടെ മികവ് പറയുവാനല്ല. 4ാമതും നിൽക്കുന്നത് 3 പ്രാവശ്യം തോറ്റ എന്നെ 4ാമതും എന്നെ പ്രതീക്ഷയോടുകൂടി വിജയിപ്പിക്കും എന്നുള്ള ആ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ദുനിയാവ് അങ്ങനെയുള്ളതാണ്. ജയപരാജയങ്ങളാണ് ദുനിയാവിന്റെ ജീവിതം. അതിൽ പരാജയപ്പെട്ടു പോയാൽ വിജയിച്ചു വരുവാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്, ഒരുപാട് ഒഴിവുകഴിവുകളുണ്ട്. അനുയായികളോട് പറഞ്ഞുകൊണ്ട് നമുക്ക് വിജയം വരിക്കുവാനുള്ള ഒരുപാട് ജീവിതത്തിന്റെ മുന്നോട്ട് പോകുന്ന പ്രയാണങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നതാണ്. പരലോകം അങ്ങനെയല്ല സഹോദരങ്ങളെ. ഒന്ന് പരാജയപ്പെട്ടാൽ, അവിടെങ്ങാനും നാം നമ്മുടെ അമലുകൾ പരാജയപ്പെട്ടാൽ പിന്നെ ഒരു ഒഴിവുകഴിവും ബാക്കിയാകാതെ അവിടെ പരാജയപ്പെടുക തന്നെ ചെയ്യും. പിന്നീടുള്ള ഒരു തിരിച്ചുപോക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ലെന്ന് റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആനിൽ ദശക്കണക്കിന് ആയത്തുകളിൽ കൂടി സൂറത്തുൽ അറാഫിലെ 53ാമത്തെ ആയത്ത് നോക്കൂ സഹോദരങ്ങളെ. ചില അടിയാറുകൾ പരലോകത്ത് റബ്ബിനോട് പറയുമെന്നാണ്, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും എന്ന് പറഞ്ഞ ശുപാർശകരെവിടെയാണ് എന്ന് വിലപിക്കുന്ന ആ ഒരു രംഗത്തെ സംബന്ധിച്ചാണ് അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. എവിടെ പോയി ഞങ്ങളുടെ ശുപാർശകർ? പരലോകത്ത് ഞങ്ങൾ പ്രതീക്ഷയിലായിരുന്നുവല്ലോ, അവർക്ക് വേണ്ടി ഒരുപാട് നേർച്ചകൾ നേർന്നിരുന്നുവല്ലോ, അവർ ഞങ്ങളുടെ പ്രതീക്ഷകളായിരുന്നുവല്ലോ. എവിടെ പോയി ഞങ്ങളുടെ ശുപാർശകർ എന്ന് നാളെ പരലോകത്ത് അവരുടെ വിളിയാളമുണ്ടാകുമെന്ന്, അവരുടെ നിലവിളി ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അടിയാറുകൾ പറയുകയാണ്, ഔ നുറദ്ദു ഫനഅമൽ ഗൈറല്ലദീ കുന്നാ നഅമൽ. റബ്ബേ, ഞങ്ങളുടെ ശുപാർശകരെ കാണുന്നില്ല, അതുകൊണ്ട് ഒന്ന് തിരിച്ചയക്കുമോ അല്ലാഹ്? നഷ്ടപ്പെടുത്തിയതെല്ലാം ഞങ്ങൾ നിറവേറ്റിക്കൊള്ളാം, അമൽ സ്വാലിഹാത്തുകളെല്ലാം ഞങ്ങൾ നിറവേറ്റിക്കൊള്ളാം, അല്ലാഹുവേ നിന്റെ അടിയാറുകളായി ഞങ്ങൾ ജീവിച്ചു കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ടുള്ള വിലാപം ഒരിക്കലും പ്രയോജനപ്പെടുകയില്ല. റബ്ബനാ അബ്സറനാ വസമിഅനാ ഫർജിഅനാ അമൽ സ്വാലിഹാ ഇന്നാ മൂഖിനൂൻ. സൂറത്തു സജ്ദയുടെ 12ാമത്തെ ആയത്താണ് സഹോദരങ്ങളെ. റബ്ബേ, ഞങ്ങൾ കണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കേട്ടിരിക്കുകയാണ്, ഒന്ന് തിരിച്ചയക്കുമോ? ഇന്നാ മൂഖിനൂൻ, ഞങ്ങൾ ദൃഢമാനസ്കരാണ്, ഞങ്ങൾ ഇനി വഴിതെറ്റുകയില്ല അല്ലാഹ്. നീയും നിന്റെ പ്രവാചകരും പഠിപ്പിച്ച ആ മാർഗത്തിൽ കൂടി ഞങ്ങൾ മുന്നോട്ട് പോകാമല്ല, ഒന്ന് തിരിച്ചയക്കുമോ എന്നുള്ള ആ ഒരു നിലവിളി നിഷ്ഫലമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി റഹ്മാനായ റബ്ബ് പറയുമ്പോൾ അതാണ് വിശ്വാസികളെ പരലോകമെന്ന് പറയുന്നത്. ഒരു തിരിച്ചുവരവില്ലാത്ത ആ ഒരു ലോകമാണ്. അതിനു വേണ്ടിയുള്ള ദുനിയാവിൽ നമ്മുടെ അമലുകൾ കൊണ്ട് അടയാളപ്പെടുത്തണം സഹോദരങ്ങളെ. ഒരു ഷെയ്ഖിനെ കൊണ്ടും സാധ്യമല്ല, ഒരു വലിയനെ കൊണ്ടും സാധ്യമല്ല. പ്രതീക്ഷയോടുകൂടി നാം പരലോകത്ത് എത്തിയാൽ നിഷ്ഫലമായിരിക്കും സഹോദരങ്ങളെ. മഹദിമാർ കരഞ്ഞുപോയ പരലോകമാണ്, പ്രവാചകന്മാർ കരഞ്ഞുപോയ പരലോകമാണ്, സാത്വികന്മാർ സങ്കടപ്പെട്ട പരലോകമാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വരുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കരയുകയാണ്. പ്രിയതമയാണ്, നമ്മുടെ ഉമ്മയാണ്. കരയുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയതമയെ കണ്ടുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ ചോദിക്കുകയാണ്, മാ തുബ്കീകി യാ ആയിഷ, എന്തുപറ്റി ആയിഷ കരയുന്നു? അള്ളാഹിന്റെ റസൂലിനോട് പൊന്നാര നമ്മുടെ ഉമ്മ പറയുകയാണ്, നരകത്തെ ഓർത്തുകൊണ്ട് കരഞ്ഞതാണ് റസൂലേ. ഫഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഞങ്ങൾക്കുണ്ടാകുമോ അങ്ങ്? ഞങ്ങളെ ഓർക്കുമോ റസൂലേ? ഞങ്ങൾക്ക് തണലാകുമോ റസൂലേ? ഞങ്ങൾക്കുള്ള കരുത്താകുമോ റസൂലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പൊന്നാര റസൂലുള്ളാഹിനോട് ചോദിക്കുമ്പോൾ കാരുണ്യത്തിന്റെ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആയിഷ അമ്മാ ഫീ സലാസതി മവാത്തിൻ, 3 അവസ്ഥകളുണ്ട്, 3 സന്ദർഭങ്ങളുണ്ട് ആയിഷ. ഫലാ യദ്കുറു അഹദുൻ അഹദാ, ഒരാളെ കുറിച്ചും ഒരാളും ആലോചിക്കാത്ത, പ്രവാചകന്മാർ അനുയായികളെ കുറിച്ച് ആലോചിക്കാത്ത, കുടുംബക്കാർ പ്രവാചകന്മാരെ കുറിച്ച് ആലോചിക്കാത്ത, മക്കൾ മാതാപിതാക്കളെ കുറിച്ചും തിരിച്ചും ഇണകളും പരസ്പരം ആരും ആരെക്കുറിച്ചും ആലോചിക്കാത്ത ഒരു 3 അവസ്ഥകളുണ്ട് ആയിഷ. ഒന്നേതാണെന്നറിയുമോ? അള്ളാഹിന്റെ റസൂല് പറയുകയാണ്, ഇൻദൽ മീസാൻ, തുലാസ്, നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന ആ തുലാസ്, നമ്മുടെ കനം തൂങ്ങുമോ, നമ്മുടെ അമലുകൾ കൊണ്ട് കനം കുറയുമോ കൂടുമോ എന്നറിയുന്നത് വരെയും ഫലാ യദ്കുറു അഹദുൻ അഹദാ,
ഒരാളും ഒരാളെ കുറിച്ചും ആലോചിക്കുകയില്ല. ആയിഷ വഇൻദ തതാഇർ സുഹഫ്, കർമ്മപുസ്തകം നമ്മുടെ കയ്യിൽ തരുമ്പോൾ വലത് കയ്യിലാണോ ഇടത് കയ്യിലാണോ പുറകുവശത്തിൽ കൂടിയാണോ തരുന്നത് എന്ന് അറിയുന്നത് വരെയും ഒരാളും ഒരാളെ കുറിച്ചും ആലോചിക്കുകയില്ല. ആയിഷ വഇൻദ സുറാത്ത് എന്ന് പറയുന്ന ആ പാലം കടക്കുന്നത് വരെ, അത് മുറിച്ച് കടക്കുന്നത് വരെയും ഒരാളും ഒരാളെ കുറിച്ചും ആലോചിക്കുകയില്ല. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്ന ആ 3 സന്ദർഭങ്ങളാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുറാത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ നാം വായിക്കുകയാണ്. വലാ യതകല്ലമ യൗമഇദിൻ ഇല്ല റസുൽ, ആ പാലം മുറിച്ചു കടക്കുന്നത് വരെയും അമ്പിയാക്കന്മാർ പോലും മിണ്ടുകയില്ല. സഹോദരങ്ങളെ, അവരുടെ നാവ് ഉരിയാടുകയില്ല. വകലാമുർ റസുൽ, ആ അമ്പിയാക്കന്മാരുടെ സംസാരമെന്ന് പറയുന്നത് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. അമ്പിയാക്കന്മാർക്ക് മാത്രം സംസാരിക്കാവുന്ന അനുവാദം നൽകപ്പെടുന്ന ആ സുറാത്ത് എന്ന് പറയുന്നത് ആ അമ്പിയാക്കന്മാരുടെ സംസാരമാകട്ടെ. അല്ലാഹുമ്മ സല്ലിം, അല്ലാ നീ എന്നെ രക്ഷപ്പെടുത്തണേ, അല്ലാ നീ എന്നെ രക്ഷപ്പെടുത്തണേ, അല്ലാ. ലക്ഷത്തിൽ പരം അമ്പിയാക്കന്മാർ, മുർസലീങ്ങൾ, അവരിൽ ഉലുൽ അസ്മുകളുണ്ട്, മഹാന്മാരായ ശക്തന്മാരായ പ്രവാചകന്മാരുണ്ട്. അവരുടെ എല്ലാം നാവിൽ കൂടി നിർഗളിക്കുന്ന ഒരേ ഒരു മന്ത്രം അല്ലാഹുമ്മ സല്ലിം, അല്ലാ നീ എന്നെ രക്ഷപ്പെടുത്തേണമേ, നീ എന്നെ രക്ഷപ്പെടുത്തേണമേ എന്നുള്ള ആ സിറാത്ത് പാലം കടക്കുന്നത് വരെയും ഒരാളും ഒരാളെ കുറിച്ചും ആലോചിക്കുകയില്ല. ആയിഷ എന്ന് പറയുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ഗ്രന്ഥം വലത് കൈയിൽ തരുവാനുള്ള പ്രാർത്ഥനകളാണ് വിശ്വാസികളെ നമുക്ക് വേണ്ടത്. അള്ളാഹു ചില ഹതഭാഗ്യവാന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹാഖയുടെ 18 മുതൽ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വലം അദ്രിമാ ഹിസാബിയ, മനുഷ്യർ കൊതിക്കുമെന്നാണ്, അല്ലാ എന്നെ നീ വിചാരണക്കെടുത്തില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതഹാ കാനത്തിൽ ഖാലിയ, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ റബ്ബേ. മാ അഗ്നാ അന്നീ മാലിയ, എന്റെ സമ്പത്തൊന്നും ഉപകാരപ്പെട്ടില്ലല്ലോ റബ്ബേ. ഹലക അന്നീ സുൽത്താനിയ, എന്റെ അധികാരമെല്ലാം നഷ്ടപ്പെട്ടുവല്ലോ അല്ലാ. ഒന്നും ഉപകാരപ്പെടാത്ത ഈ ദിവസത്തെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അല്ലാ. വിചാരണക്കെടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആശിക്കുകയാണ് റബ്ബേ. ഖുദൂഹു ഫഅല്ലു സുമ്മൽ ജഹീമ സ്വല്ലു, പിടിക്കടോ അവനെ എന്ന് മലക്കുകളോട് പറയുന്ന ആ ഒരു രംഗം, വിശ്വാസികളെ, ആ ലോകത്തിൽ വിജയിക്കണം സഹോദരങ്ങളെ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ വിശുദ്ധ കലാമിലെ സൂറത്തിലെ അവസാനത്തെ ഭാഗമാണ് വിശ്വാസികളെ. സൂറത്തുൽ ഫജ്റിലെ അവസാനത്തെ വാക്കുകളാണ്. സമാധാനമടഞ്ഞ ആത്മാവേ, സൗഭാഗ്യവാന്മാരെ കുറിച്ച് അള്ളാഹു നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ, അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ടും അള്ളാഹുവിന്റെ സമാധാനം കൊണ്ടും നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എൻ്റെ അടിയാറുകളോടൊപ്പം, എൻ്റെ അടിയാന്മാരോടൊപ്പം നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക, എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന ആ ഒരു രംഗം. വസീഖ الذين اتقوا ربهم الى الجنه زمرا حتى اذا جاءوها وفتحت ابوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. അല്ലാഹുവേ, അത്തരം മുത്തഖീങ്ങളിൽ നിന്ന് ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. കൂട്ടം കൂട്ടമായ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അള്ളാഹുവിന്റെ അടിയാറുകളെ കണ്ടുകൊണ്ട് മലക്കുകൾ പറയുമെന്നാണ്, സന്തോഷത്തോടുകൂടി നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക, നിങ്ങൾക്കുള്ള വരദാനമാണ് ഈ സ്വർഗം, പരലോകത്ത് നിങ്ങൾക്കുള്ള സന്തോഷമാണ് ഈ സ്വർഗം. ദുനിയാവിൽ വെച്ചുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടവർ, ദുനിയാവിൽ വെച്ചുകൊണ്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്തവർ, ദുനിയാവിൽ വെച്ചുകൊണ്ട് അവനെ കീഴ്പ്പെട്ട് ജീവിച്ചവരെ, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എൻ്റെ അടിയാറുകളോടൊപ്പം നിങ്ങളും പ്രവേശിച്ചു കൊള്ളുക, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുന്ന വല്ലാത്ത ഒരു രംഗത്തിന് സാക്ഷികളാകുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അവിടെ രക്ഷപ്പെടുത്തുവാൻ ഒരു ശൈഖന്മാരും ഉണ്ടാവുകയില്ല സഹോദരങ്ങളെ. നാം പറഞ്ഞുവല്ലോ, ആരെ പിടിച്ചിട്ടും കാര്യമില്ല, നമുക്ക് ശഫാഅത്തുണ്ട്. അതാരോട് ചോദിക്കണം? അള്ളാഹുവിനോട് ചോദിക്കണം, റബ്ബിനോട് ചോദിക്കണം. യാ റബ്ബ്,
അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ ശഫാഅത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ പരലോകത്ത് രക്ഷപ്പെടണം സഹോദരങ്ങളെ. ആ പരലോകത്തെ പരീക്ഷയിൽ പാസ്സാകണം സഹോദരങ്ങളെ. ഈ ലോകത്തെ ഇലക്ഷൻ ജയപരാജയങ്ങളുടെ സമ്മിശ്രമാണ്. പരാജയപ്പെട്ടാലും ജയിക്കുവാനുള്ള എത്രയോ പഴുതുകൾ നമ്മുടെ മുന്നിലുണ്ട്. പരലോകത്തുള്ള പരാജയം വിശ്വാസികളെ തിരിച്ചൊരു പോക്കിയില്ല എന്ന് വിശുദ്ധ ഖുർആനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ജീവിതം എത്രമാത്രം സത്യമാണോ അതിനേക്കാളേറെ സത്യമാണ് മരണം. അതെല്ലാം പഠിപ്പിച്ചു തന്ന പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വർഗം എത്രമാത്രം സുനിശ്ചിതമാണോ നരകം സുനിശ്ചിതമാണ്. മീസാൻ ഉറപ്പാണ്, വിചാരണ ഉറപ്പാണ്, സിറാത്ത് ഉറപ്പാണ്, സ്വർഗ നരകം ഉറപ്പാണ്. ആ സ്വർഗം നേടിയെടുക്കുവാനുള്ള ആ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും വിശ്വാസികളെ നമുക്ക് സദാ ഉണ്ടാകണം. അത്തരം അമൽ സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് ഏത് ഇലക്ഷൻ കഴിഞ്ഞാലും ഇലക്ഷൻ മെയ് 4-ാം തീയതിയോടുകൂടി അതിൻ്റെ റിസൾട്ട് വരും. അതിനുശേഷം നമ്മുടെ ഒരു ജീവിതമുണ്ട്. പരലോകത്തേക്ക് എത്തണം. അതിനുള്ള അടയാളപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ കൂടി നാം കണ്ടെത്തുക. അമൽ സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. അത്തരം മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ റഹ്മാനായ റബ്ബ് നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.